ഹലോ, സ്റ്റോക്ക്ഹോമിലെ റോയൽ പാലസിലെ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. നിയോ ഗോതിക്കൽ നിയോ ക്ലാസിക്കൽ ശൈലിയിൽ പണികഴിപ്പിച്ച അതിഗംഭീരമായ ഒരു കൊട്ടാരമാണിത്. 1697 ഈ കൊട്ടാരത്തിൻ്റെ പണി ആരംഭിക്കുന്നത്. അത് പൂർത്തിയാവുന്നത് 1760. പല പാർട്ടുകളായിട്ടാണ് ഈ കൊട്ടാരത്തെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മൾ ആദ്യം പോയത് സ്റ്റേറ്റ് അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഗസ്റ്റ് അപ്പാർട്ട്മെൻറ്റ് എന്നീ ഭാഗത്തേക്കാണ്. 18-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലം വരെ രാജകുടുംബം വസിച്ചിരുന്ന കൊട്ടാര ഭാഗമാണ് സ്റ്റേറ്റ് അപ്പാർട്ട്മെൻറ്റ്. അന്ന് ഈ കൊട്ടാരത്തിൽ വരുന്ന വിശിഷ്ട അതിഥികളെ സ്വീകരിച്ചിരുന്ന ആ ഏരിയയാണ് ഗസ്റ്റ് അപ്പാർട്ട്മെൻറ്റുകൾ എന്ന് അറിയപ്പെടുന്നത്. ശരിക്കും ഈ കൊട്ടാരത്തിൻ്റെ ചരിത്രം തുടങ്ങുന്നത് 13-ാം നൂറ്റാണ്ടിലാണ്. അന്നിവിടെ സൈനിക പ്രതിരോധത്തിനായി ഉപയോഗിച്ചിരുന്ന ഒരു കോട്ടയായിരുന്നു. പിന്നീട് അതൊരു കാസിലായി മാറ്റുകയും കുറച്ചുനാൾ രാജകുടുംബം വസിക്കുകയും ചെയ്തു. 15-16 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിലെ നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ സ്വീഡനിലെ പ്രതിരോധ കേന്ദ്രമായിരുന്നു 3 ക്രോണർ കാസിൽ എന്നറിയപ്പെട്ടിരുന്ന ഈ കാസിൽ സ്വീഡനിലെ യൂറോപ്പിലെ വൻ ശക്തിയാക്കി മാറ്റിയ ഗുസ്താവസ് അഡോൾഫ്സിൻ്റെ കാലത്താണ് ഒരു രാജകീയ കൊട്ടാരം പണികഴിപ്പിക്കാനുള്ള ആലോചനകൾ തുടങ്ങുന്നത്. പിന്നീട് അരനൂറ്റാണ്ടുകൾക്ക് ശേഷം 1697 ഈ കൊട്ടാരത്തിൻ്റെ പണി ആരംഭിക്കുന്നത്. കൊട്ടാരത്തിൻ്റെ വലിയൊരു ഭാഗം ഇപ്പോഴും രാജാവിൻ്റെ ഔദ്യോഗിക വസതിയായി ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ രാജകുടുംബം പൂർണ്ണമായും വസിക്കുന്നത് മറ്റൊരു പാലസായ ട്രോട്ടിഹോം പാലസിലാണ്. എന്നാൽ ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കാനായി രാജാവ് ഈ കൊട്ടാരത്തിലേക്ക് വരുന്നു. 1430 മുറികളുണ്ട് ഈ കൊട്ടാരത്തിൽ. രാജാവിൻ്റെ ഔദ്യോഗിക വസതിയും റോയൽ കോർട്ട് ഓഫീസ് നിലനിൽക്കുന്ന ഭാഗത്തേക്കും സാധാരണ ആളുകൾക്ക് പ്രവേശനമില്ല. പണ്ട് രാജകുടുംബം വസിച്ചിരുന്ന സ്റ്റേറ്റ് അപ്പാർട്ട്മെൻറ്റുകളെ വിവിധ റൂമുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റേറ്റ് അപ്പാർട്ട്മെൻറ്റിൻ്റെയും ഗസ്റ്റ് അപ്പാർട്ട്മെൻറ്റിൻ്റെയും ആദ്യ റൂമുകൾ ഗാർഡ് റൂമാണ്. ഗാർഡുകൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള മുറിയായിരുന്നു അത്. കൊട്ടാരത്തിലെ വളരെ പ്രാധാന്യമുള്ള ഒരു റൂമാണ് കൗൺസിൽ ഓഫ് ചേംബർ. വർഷത്തിൽ 3-4 തവണ ഇപ്പോഴും ഇവിടെ ക്യാബിനറ്റ് സമ്മേളനം കൂടാറുണ്ട്. രാജാവായിരിക്കും ആ ക്യാബിനറ്റ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത്. രാജ്ഞിയും സന്നദ്ധയായിരിക്കും. പുതിയൊരു ഗവൺമെൻറ് മാറി വരുമ്പോൾ ഇവിടെ വച്ചാണ് അധികാര കൈമാറ്റം നടക്കുന്നത്. കൊട്ടാരത്തിലെ സ്റ്റേറ്റ് അപ്പാർട്ട്മെൻറ്റ്സും ഗസ്റ്റ് അപ്പാർട്ട്മെൻറ്റ്സിൽ നിന്നും മറ്റൊരു ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടെ സൈന്യത്തിലുള്ള വിവിധ മുദ്രകളും ബാഡ്ജുകളും ഒക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഓരോ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് സൈനിക മുദ്രകളൊക്കെ നൽകിയിരുന്നത്. പ്രഭുക്കന്മാരുടെയും ബിഷപ്പുമാരുടെയും ആചാരവേഷങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേക കോളറും കുരിശും നൽകിയാണ് രാജാവ് ബിഷപ്പിനെ ആദരിച്ചിരുന്നത്. യൂറോപ്പിലെ തന്നെ ഏറ്റവും ബൃഹത്തായ കൊട്ടാരക്കെട്ടുകളിൽ ഒന്നാണ് സ്റ്റോക്ക്ഹോം പാലസ്. പല ചരിത്ര സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച കൊട്ടാരം കൂടിയാണിത്. കൊലപാതകങ്ങളും പ്രേതകഥകളും വരെ അതിൽ ഉൾപ്പെടും. കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങളിൽ ഒരു ഇരുണ്ട രൂപം കണ്ടിരുന്നുവെന്നും അന്നത്തെ കാലത്ത് വിശ്വസിച്ചിരുന്നു. അതുകൂടാതെ തന്നെ ഒരു വൈറ്റ് ലേഡിയെ കൊട്ടാരത്ത് ഭാഗങ്ങളിൽ കണ്ടിരുന്നെങ്കിൽ പിറ്റേ ദിവസം കൊട്ടാരത്തിലൊരു മരണം സംഭവിച്ചിരുന്നുവെന്നും വിശ്വസിച്ചിരുന്നു. ഇപ്പോഴും സ്വീഡൻ്റെ രാഷ്ട്രത്തലവൻ രാജാവാണ്. കിങ്ഡം ഓഫ് സ്വീഡൻ എന്നാണ് അറിയപ്പെടുന്നത്. 16-ാം നൂറ്റാണ്ട് വരെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട രാജാവ് ഭരിച്ചിരുന്ന പ്രദേശമാണ് സ്വീഡൻ. എന്നാൽ 16-ാം നൂറ്റാണ്ടിലെ ഗുസ്താവസ് വാസ എന്ന രാജാവിൻ്റെ കാലം മുതൽ രാജാധികാരം പിന്തുടർച്ച അവകാശപ്രകാരമായി കൈമാറി വരികയാണ്. കാൽ 16-ാമൻ ഗുസ്താവാണ് ഇപ്പോഴത്തെ രാജാവ്. 1973 അദ്ദേഹം അധികാരമേൽക്കുന്നത്. കൊട്ടാരത്തിൻ്റെ താഴത്തെ നിലയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. 3 ക്രോണർ മ്യൂസിയമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്.
ഭൂഗർഭത്തിലാണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരു ഭാഗത്ത് ഒരു വലിയ വിറക് ശേഖരം തന്നെയുണ്ട്. പണ്ട് കാസലിനെ ചൂട് നിലനിർത്തിയിരുന്നത് ഈ വിറകാണ്. എന്നാൽ 1697 ഈ വിറകിൽ നിന്ന് തീ പിടിച്ച് ഈ കാസിൽ പൂർണ്ണമായും കത്തിനശിച്ചു. അതിനുശേഷമാണ് ഇന്നീ കാണുന്ന റോയൽ പാലസ് ഇവിടെ പണി കഴിപ്പിക്കുന്നത്. പുതിയ കൊട്ടാരം പണി കഴിപ്പിച്ചപ്പോൾ ഈ ഭാഗം വിറക് ശേഖരത്തിനായും ധാന്യങ്ങൾ സൂക്ഷിക്കാനുമൊക്കെയായി ഉപയോഗിച്ചിരുന്നു. പണ്ട് 3 ക്രോണർ കാസിൽ നിലനിന്നപ്പോൾ അന്ന് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന സൈനിക കോട്ടയുടെയും പിന്നീട് ഉയർന്നു വന്ന 3 ക്രോണർ കാസിൻ്റെയും അത് കത്തി നശിച്ച ശേഷം ഇന്നത്തെ ഈ റോയൽ പാലസ് പണി കഴിപ്പിച്ച കഥ ഇവിടെ ഒരു ഷോർട്ട് ഫിലിമായി പ്രദർശിപ്പിക്കുന്നുണ്ട്. ആ ഒരു കാഴ്ച കണ്ടുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എവർക്കും ബൈ.